എൻ്റെ അച്ഛന് തീരെ സുഖമില്ല. എത്രയും പെട്ടെന്ന് തന്നെ കിഡ്നി മാറ്റി വെക്കണം. എനിക്ക് എൻ്റെ അച്ഛനല്ലാണ്ട് വേറെ ആരും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഭർത്താവിന് കിഡ്നി മാറ്റി വെക്കണമെന്ന് പറയുന്നത് അതിന് 10 ലക്ഷം രൂപ വേണം. എനിക്കൊരു മോളുണ്ട്, അതിനെ വളർത്തി വലുതാക്കണം. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം. നിങ്ങൾക്ക് വേറെ ആരുമില്ല. വീടാണെങ്കിൽ ജപ്തി ചെയ്യാനായിട്ടിരിക്കുക. അതുകൊണ്ട് എല്ലാവരും നന്നായി സഹായിക്കണം. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഷജീർ പഴയന്നൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ താമസിക്കുന്ന പ്രകാശേട്ടൻ്റെ ഒരു വിഷയമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും കൂടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പ്രകാശേട്ടന് ഇപ്പോൾ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കണം എന്നാണ് കോഴിക്കോടുള്ള ഡോക്ടേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ആൾക്കിപ്പോൾ ആഴ്ചയിൽ 3ഓളം ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഭാര്യയും ഒരു 10 വയസ്സ് മാത്രം പ്രായമുള്ളൊരു മോളും മാത്രമാണ് പ്രകാശേട്ടനുള്ളത്. ആശാരിപ്പണിയായിരുന്നു. ഇതുവരെയൊക്കെ കുടുംബം എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്ന വീട് ജപ്തിയുടെ വക്കിലാണ്. ഇപ്പോൾ ഏകദേശം 7 മാസക്കാലമായിട്ട് ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശേട്ടൻ്റെ ഭാര്യയാണ് കിഡ്നി കൊടുക്കുന്നത്. അതിൻ്റെ ക്രോസ് മാച്ചിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബത്തിന് എന്ന് പറയാൻ താങ്ങും തണലുമായിട്ട് ഈ 3 മാസക്കാലത്തോളം ഡയാലിസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ജാതി മത രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്നിട്ടാണ് ഇപ്പോൾ ഡയാലിസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ സർജറിക്കും തുടർ ചികിത്സയ്ക്കും ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന ഏകദേശം 10 ലക്ഷം രൂപയുടെ അടുത്ത് ചെലവ് വരുന്നുണ്ട്. ഈ കുടുംബത്തിന് എന്ന് പറയാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെയൊക്കെ മുമ്പിൽ കൈ നീട്ടുന്നത്. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രകാശേട്ടൻ്റെ ജീവന് വേണ്ടി ഞങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇവർക്ക് എന്ന് പറയാൻ വേറെ ആരുമില്ല. ഏകദേശം 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ചിന്തിക്കുക. കാരണം പ്രകാശേട്ടനാണ് ഈ കുടുംബത്തിൻ്റെ എല്ലാം.